അപ്പൂയ റാൾട്ടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ ആൾക്കെതിരെ ഒരുപാട് കമൻറ്റിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ആളുടെ ഡി എമ്മിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് ഞാൻ അയാളെ ന്യായീകരിക്കുന്നതല്ല, പക്ഷേ ഒരു ടീമുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു പ്ലെയർ ഒരു അത്രയും ശത്രുതയിലുള്ള അല്ലെങ്കിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിനെതിരെ ജയിച്ചപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇട്ടതായിരിക്കാം. ഇതേ സ്ഥാനത്ത് നമ്മളൊരു പ്ലെയർ ഇപ്പോൾ നമ്മളെ വിപിൻ ഇപ്പോൾ ഈ ഒരു കളി ജയിച്ചിട്ട് വിപിൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിക്കുകയാണ്, അല്ലെങ്കിൽ കൊൽക്കത്തയെ ട്രോളി ഒരു സ്റ്റോറി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ആഘോഷിച്ചേനെ. ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലിപ്പോൾ നമ്മൾ അയാളെ പോയി ചീത്ത വിളിച്ചിട്ടോ ഇതായിട്ടൊന്നും കാര്യമില്ല. അവർ ജയിച്ച ടീമാണ്, അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മളെ ട്രോളാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കും ഇതേപോലുള്ള ജയിക്കാനുള്ള ടീമാവുക, നമുക്ക് തിരിച്ച് ട്രോളാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇയാളെ പോയിട്ട് ചീത്ത വിളിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇത് കാണിക്കുക, ഇതൊക്കെ മാറ്റിയിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നത് നമ്മുടെ ടീം നന്നാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്ട്രോങ് ടീമിനെ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെതിരെയും അങ്ങനെയൊക്കെ കാണിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് പ്ലേ ഓഫ് ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും നമുക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടായിരുന്നു ഇന്നലെ വരെ, ഇനിയും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലും നമ്മുടെ മാനേജ്മെൻറ്റ് എന്താ കാണിച്ചത്? ലെഗാറ്ററിനെ കൊണ്ടുവന്നു, പിന്നെ പരിക്ക് പറ്റിയ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു എന്നല്ലാണ്ട് നല്ലൊരു സൈനിങ്ങോ കാര്യങ്ങളോ നടത്തി. ഈവൻ നമുക്കൊരു നല്ലൊരു കോച്ചിനെ ഇപ്പോൾ ഈ ഒരു മിഡ് സീസണിലെങ്കിലും ജോയിൻ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഈ സീസണിലല്ലെങ്കിലും ആൾ ടീമിൻ്റെ ഒപ്പം ഒന്ന് സെറ്റായി അടുത്ത സീസൺ ആകുമ്പോഴെങ്കിലും നല്ലൊരു കോമ്പിനേഷനും കാര്യം ഇതൊന്നും നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്തില്ലല്ലോ. പിന്നെ നമുക്കെന്ത് റൈറ്റ്സ് ആണ് അവർ ജയിച്ചൊരു ടീമിൻ്റെ ഒരു കളിക്കാരെ നമ്മൾ ട്രോൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ പോയി. പിന്നെ സംസ്ഥാനത്തിനൊന്നുമല്ലായിരിക്കും ആൾ ട്രോൾ ചെയ്തിട്ടുണ്ടാവുക. കേരള എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിലുള്ളതാണ് കേരള എന്നുള്ളത്. സോ അതായിരിക്കും കേരള ആ ഒരു രീതിയിലോട്ട് വന്നത്. എന്തായാലും ആദ്യം നമ്മുടെ ഭാഗം നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.